നിലമ്പൂരിന്റെ കാതലും കരുത്തും ആരാകും? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം 23 വരെ. പക്ഷേ നിലമ്പൂരിന് അന്നും ഇന്നും സ്വന്തമായൊരു കാതലും കരുത്തുമുണ്ട്. എതിരാളികൾക്ക് ഇന്നേ വരെ തോൽപ്പിക്കാൻ കഴിയാത്ത നിലമ്പൂരിന്റെ വൺ ആൻഡ് ഓൺലി ട്രീ. സത്യത്തിൽ നിലമ്പൂർ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ അത് അൻവറും സ്വരാജും ഷൗക്കത്തൊക്കെ ആയിരിക്കും. പക്ഷേ അതിനു മുന്നേ തന്നെ നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പേരാണ്. ആ പേര് നിലമ്പൂർ തേക്ക് എന്നാണ്. നിലമ്പൂർ തേക്കിന് മുകളിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. നമുക്ക് കാണാം നിലമ്പൂർ തേക്കിൻ്റെ വിശേഷങ്ങൾ. നാടൻ, ഫിലിപ്പൈൻ, ആസാം എതിരാളികൾ നിസ്സാരക്കാരല്ലെങ്കിലും നിലമ്പൂരിന്റെ സ്വന്തം നിലമ്പൂർ തേക്കിന്റെ കാതലിലും കരുത്തിനും ഇപ്പോഴും വമ്പൻ ഡിമാൻഡാണ്. സ്വർണ്ണ നിറം, കരുത്ത്, പഴക്കം, എണ്ണയുടെ അംശം കൂടുതലുള്ള തടി, അങ്ങനെ പലതാണ് നിലമ്പൂർ തേക്കിന്റെ പ്രത്യേകതകൾ. 95 വർഷം പഴക്കമുള്ള 1930 പ്ലാന്റേഷനിലുള്ള നെല്ലിക്കുത്ത് പ്ലാന്റേഷനിലുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നട്ടു വളർത്തിയ തേക്ക് ആണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന തേക്കുകളെല്ലാം. അത് നല്ല ഗോൾഡൻ കളറുള്ള തേക്കായിരിക്കും. നമുക്ക് പിന്നെ ജനങ്ങൾക്കെല്ലാം നല്ല ഗ്ലേസിങ്ങും എല്ലാം കിട്ടുന്ന തേക്കാണ് ഇവിടുത്തെ തേക്കുകൾ. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടമാണ് നിലമ്പൂരിലേത്. മണ്ണും കാലാവസ്ഥയും പ്രത്യേകതകൾക്ക് കാരണം. നിലമ്പൂരിലെ മണ്ണിൽ വളർന്ന തേക്കുകൾക്ക് ഇതിൻ്റെ ഉപഭോക്താക്കളുടെ ഇടയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ നാടൻ തേക്കുകളോ മറ്റ് ജില്ലകളിൽ നിന്ന് കിട്ടുന്ന തേക്കുകളോ ഉള്ളതിനേക്കാളും കൂടുതൽ വാല്യൂ ഈ നിലമ്പൂർ തേക്കുകൾക്ക് എല്ലാ കാലത്തും ഉണ്ട്. ഏകദേശം 200 വർഷം മുൻപ് മലബാർ ജില്ലാ കളക്ടർ HV കനോലി തേക്കുമരത്തിന്റെ ക്ഷാമം പരിഹരിക്കാൻ ഉണ്ടാക്കിയ തേക്ക് തോട്ടം. ആ തോട്ടത്തിലെ ഒരു തേക്കുമരം മാത്രം ഇപ്പോഴും നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൽ നിലനിർത്തിയിട്ടുണ്ട്. കുരുമുളകും ഏലവും മഞ്ഞളിലുമൊക്കെ കണ്ണുവെക്കും മുൻപേ നിലമ്പൂർ തേക്കിനെ ബ്രിട്ടീഷുകാർ കടൽ കടത്തിയിരുന്നു. കാരണം ലോകത്തെ മറ്റിടങ്ങളിലെ തേക്കിനേക്കാൾ സവിശേഷതകൾ നിലമ്പൂർ തേക്കിനുള്ളത് കൊണ്ട് തന്നെയാണത്. ഇത്രമാത്രം പ്രത്യേകതകളുള്ള ഈ നിലമ്പൂർ തേക്കിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വില അല്പം കടുപ്പം തന്നെയാണ്. പക്ഷേ ഈ നിലമ്പൂർ തേക്കിൻ്റെ പേരും പ്രശസ്തിയും ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിലമ്പൂർ തേക്ക് തേടി നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.